ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ IT ആയിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ജനറേഷൻസ് ആണ് ഇന്ന് നമ്മുടെ വിഷയം അല്ലേ. കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറുകളുടെ ആവിർഭാവം മുതൽ അല്ലേ, കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവിർഭാവം മുതൽ, അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷീനുകൾ അല്ലേ, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന, അതിൽ നിന്നും ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിലുള്ള മെഷീൻസ് ഡെവലപ്പ് ചെയ്തത് മുതൽ ഉള്ള കാലയളവിനെ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 5 ജനറേഷൻ, 5 തലമുറകളായിട്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വന്നിട്ടുള്ള പ്രോസസ്സിംഗ് ഡിവൈസുകളുടെ വ്യത്യാസമാണ്. ഓരോ ജനറേഷനിലും വന്നിട്ടുള്ള പ്രോസസ്സിംഗ് ഡിവൈസുകളുടെ വ്യത്യാസം എപ്പോഴും PSC ചോദിക്കുന്നത് അത് തന്നെയാണ് ചോദിക്കുന്നത്, നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഓരോ ജനറേഷനിലും വന്നിട്ടുള്ള പ്രോസസ്സിംഗ് ഡിവൈസുകളും പിന്നെ മറ്റ് എക്സാമ്പിളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു കാലയളവിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ NCERT പാഠപുസ്തകം അടിസ്ഥാനമാക്കി തന്നെ പഠിക്കണം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം, ഓരോ നേരം നോക്കാം. ജനറേഷൻസ് അല്ലേ. ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടഡ് ഇൻ ദ 16th century അല്ലേ, 16ാം നൂറ്റാണ്ട് മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻടു 5 ജനറേഷൻസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു 1, 2, 3, 4, 5 എന്ന നിലയിൽ മൊത്തം 5 തലമുറകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നു മുതലായി തുടങ്ങുന്ന ആദ്യത്തെ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ തൊട്ടല്ലേ ആദ്യത്തെ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ മുതൽ നിലവിൽ എന്താ വരുന്നത്, ഇപ്പൊ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്താണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട് അല്ലേ. അലക്സ ഒരു AI ടൂളാണ്. അതുപോലെ എന്താണ് നമ്മുടെ ChatGPT, അതുപോലെ ബിങ്ങിന്റെ സെർച്ച് എൻജിൻസ് അല്ലേ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സെർച്ച് എഞ്ചിനുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി, അത് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് ഒരാൾ തരുന്ന മറുപടി പോലെ ഒരു മറുപടി തരാനും, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആലോചിച്ച് അതിന് തീരുമാനമെടുത്ത് അത് സോൾവ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വരുന്ന കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയിൽ ഉള്ളത് അല്ലേ. കുറച്ച് ലോജിക്കും കൂടി അവർ അപ്ലൈ ചെയ്യും. ലോജിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അതായത് പണ്ട് കാലത്ത് നമുക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലോജിക്ക് ഒരു ലാംഗ്വേജ് വെച്ച് എഴുതി കൊടുത്തു, ഒരു ലാംഗ്വേജ് നമ്മൾ ലോജിക്ക് എഴുതി കൊടുത്തു കമ്പ്യൂട്ടറിന്. ആ ലോജിക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ആ ലോജിക്കിൽ ഒതുങ്ങാത്ത ഒരു കാര്യത്തിന് ഒരു ഉപായം കണ്ടെത്തി മറ്റൊരു വഴിയിലൂടെ അല്ലേ, നമ്മൾ കൊടുക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി എഴുതി കൊടുക്കാത്ത ഒരു പ്രോഗ്രാമിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രശ്നത്തിന് ഒരു ഉത്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലേ, കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇപ്പോഴത് ചെയ്യാൻ പറ്റും. ഈ ചിന്തയ്ക്ക് ബേസിക്കലി തുടക്കമിടുന്ന അലൻ ട്യൂറിംഗ് ആണ്. ട്യൂറിംഗ് ടെസ്റ്റ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ക്യാൻ മെഷീൻസ് തിങ്ക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതായത് മെഷീനുകൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ജനറേഷൻസ്? ആദ്യമായിട്ട് നമുക്ക് ജനറേഷന്റെ കാലയളവ് നോക്കുക. ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എത്ര, 1940 മുതൽ 1956 അവസാനിക്കുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. വിശദമായിട്ട് പഠിക്കാം, എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. സെക്കൻഡ് ജനറേഷൻ എങ്ങനെ, 56 തുടങ്ങി 63 അവസാനിക്കുന്നു. തേർഡ് ആകുമ്പോൾ എത്ര, 64 തുടങ്ങി 71 അവസാനിക്കുന്നു. ഒരു PYക്ക് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു പരീക്ഷയിൽ, അതായത് നമ്മൾ 2005 DCBയിൽ ഒരു പരീക്ഷയിലാണ് ഈ ചോദ്യം വന്നത്. എന്താണ്, വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇസ് കവേർഡ് ബൈ ദ പീരീഡ് 1964 to 77 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് കിട്ടിയേ, 64, 71 എന്ന പോയിന്റ് എവിടെ നിന്നാണ് കിട്ടിയേ, വേറെ അങ്ങൊന്നും അല്ലടാ, എവിടെയാണ്, NCERT പാഠപുസ്തകത്തിലുള്ള ഒരു അക്കമാണ് ഈ സാധനം 64, 71 എന്നുള്ളത്. പക്ഷെ ഒരു PYക്ക് 2015 PYക്ക് പറയുന്നു 64 മുതൽ 77 വരെ എന്നല്ലേ. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ആൻഡ് തേർഡ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും there is no end, അതായത് നമുക്കൊരു എൻഡ് പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്പ്യൂട്ടറുകളും ഫോർത്ത് ജനറേഷനിൽ പെടുന്ന കമ്പ്യൂട്ടറുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് ഈസിയായിട്ട് എത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് അത് ക്യാൻസലേഷന് പോകാതിരുന്നത്. 64 തുടങ്ങുന്നു അല്ലേ, അതൊരു വളരെ കൃത്യമായൊരു സൂചകമായിരുന്നു എന്നുള്ളതാണ് എന്തിന്, തേർഡ് ജനറേഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് കുട്ടികൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കാം, ഫോർത്ത് ജനറേഷൻ എത്ര, 71 മുതൽ പ്രസന്റ് അല്ലേ, ഈ കാലയളവ് വരെ ഇന്ന് വരെ ഇപ്പോഴും നമ്മൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരുന്നു ഫിഫ്ത്ത് ജനറേഷൻ, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലേ. ഇപ്പോൾ ഉള്ള കാലവും ഇനിയുള്ള കാലവും ഏത്, ഫിഫ്ത്ത് ജനറേഷൻ ഭരിക്കും.
ഇനി വരുന്ന പാഠപുസ്തകത്തിൽ പക്ഷേ 5th ജനറേഷന് ഒരു കൃത്യമായിട്ടുള്ള ഒരു തുടക്കം ഇടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് AI അല്ലേ, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ഈ ഒരു 5th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും. കാര്യം നമ്മളെ പാഠപുസ്തകമൊക്കെ മാറാൻ പോവുകയാണല്ലേ. ആദ്യമായിട്ട് 12ാം ക്ലാസ് വരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന തരത്തിൽ 12ാം ക്ലാസ് വരെ, അതായത് ഹയർ സെക്കൻഡറി ഇല്ലാതെ തന്നെ എന്താണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, പാഠപുസ്തകം മാറാൻ പോകുന്നു, നമ്മുടെ കരിക്കുലം മാറാൻ പോകുന്നു, നമ്മുടെ പഠന രീതി മാറാൻ പോകുന്നു. 10ാം ക്ലാസ്സിന് പ്രത്യേകിച്ചൊരു എന്തില്ല, ഒരു എക്സാമിനേഷനോ പിന്നെ ഇടയ്ക്ക് ഒരു അഡ്മിഷൻ പ്രോസസ്സൊന്നും ഇല്ല. ആ രീതിക്കാണ് നമ്മുടെ കരിക്കുലം കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം മാറാൻ പോകുന്ന തൊട്ടടുത്ത പ്രാവശ്യം മാറാൻ പോകുന്ന പുസ്തകം നമ്മുടെ 11ാം ക്ലാസ്സിലെ പുസ്തകമായിരിക്കും കേട്ടോ. കാര്യം എന്താ, ആദ്യം ഒറ്റ സംഖ്യകളാണ് മാറുന്നത് കേട്ടോ, ഒറ്റ സംഖ്യകളാണ് മാറുന്നത്. അത് കഴിഞ്ഞ് ഇരട്ട സംഖ്യകൾ മാറത്തുള്ളൂ, അടുത്ത വർഷം ഇരട്ട സംഖ്യകൾ മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മിക്കവാറും ഇത്തരത്തിലൊരു അഡീഷനൊക്കെ അവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ജനറേഷൻ ഈ ഒരു ചാർട്ട് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ, ഇതൊന്ന് എഴുതി വെച്ചേക്കണം. ഓക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യത്തെ ജനറേഷനിലേക്ക് പോകാം. ആദ്യത്തെ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ 940 തുടങ്ങി 956 ഇത് അവസാനിക്കുന്നത്. ഓക്കെ, 940 തുടങ്ങി 956 നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ അവസാനിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വാക്വം ട്യൂബുകളായിരുന്നു. എന്താണ് ഇവിടെ സ്വിച്ചിങ് ഡിവൈസുകളായിട്ട് ഉപയോഗിക്കുന്നത്? വാക്വം ട്യൂബുകളാണ്. എന്താ വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ CPU സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയുന്ന സാധനം എത്ര ഉണ്ടാ? CPU എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാബിനല്ലേ ഞാൻ പറയണത്. മിക്കവാറും നമ്മുടെ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടറിന്റെ ക്യാബിൻ അത്യാവശ്യം ഉണ്ടാവും അല്ലേ. ലാപ്ടോപ്പ് ആകുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ക്യാബിനും കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതല്ല, പ്രോസസ്സിങ് നടക്കുന്ന യൂണിറ്റ്, അതിനെയാണ് പ്രോസസർ എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഒരു കൈയുടെ വെള്ളയിൽ ഒതുങ്ങാൻ പാകത്തിനുള്ള സാധനത്തിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അല്ലേ. അതാണ് ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിച്ച സ്വിച്ചിങ് ഡിവൈസ് എന്താ? വാക്വം ട്യൂബുകളായിരുന്നു. ഇത്തരത്തിലുള്ള ഗ്ലാസ് വാക്വം ട്യൂബുകളായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പരിപാടി നടത്തിയിരുന്നത്. അപ്പോൾ ഇത് ആരാണ്? ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ആണ് 904 വാക്വം ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാക്വം ട്യൂബ് കണ്ടുപിടിച്ച ആരാടാ? ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് അല്ലേ. ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ആണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു വാക്വം ട്യൂബ് വെച്ച് ഒരു സ്വിച്ചിങ് നടപ്പിലാവത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഹാള് പോലെയുള്ള മുറികൾ ആവശ്യമായിരുന്ന കമ്പ്യൂട്ടറുകളായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, വാക്വം ട്യൂബ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി വാക്വം ട്യൂബ് നമ്മുടെ മനസ്സിൽ ഓടി വരണം. ഇഷ്ടം പോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തപ്പോഴത്തേക്ക് ഞാൻ വളരെ 1-2 മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. വാക്വം ട്യൂബ് ഇനി ആരാ കൊണ്ടുവന്നേ? ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് കൊണ്ടുവന്ന 1904. ഇനി സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവന്നത് എവിടെയാണ് എന്നാണ്? ഈ പറഞ്ഞ ഫസ്റ്റ് ജനറേഷനിലാണ് കേട്ടോ. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവന്നതും ഫസ്റ്റ് ജനറേഷനിലാണ് അല്ലേ. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അതുപോലെ ഇൻപുട്ട് വാസ് ബേസ്ഡ് ഓൺ പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് പേപ്പർ ടേപ്സ്. നമ്മൾ അതും നേരത്തെ പറഞ്ഞതാണ്. പഞ്ച്ഡ് കാർഡ് എന്ന് പണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഹോളർത്തൊക്കെ എന്ത് ചെയ്തു? പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ടാബുലേഷൻ എല്ലാം നടത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ പഞ്ച്ഡ് കാർഡ്, പേപ്പർ ടേപ്സ് ഇതെല്ലാം വെച്ചിട്ടാണ് ഇൻപുട്ട് കൊടുത്തിരുന്നത് എന്നത്തെ ആദ്യത്തെ ജനറേഷനിൽ കേട്ടോ. ശ്രദ്ധിക്കുക, ഇൻപുട്ട് വാസ് ബേസ്ഡ് ഓൺ പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് പേപ്പർ ടേപ്സ്. പഞ്ച്ഡ് കാർഡും പേപ്പർ ടേപ്സും ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഇൻപുട്ട് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ തലമുറയിൽ പ്രിന്റ് ഔട്ടുകളായിരുന്നു കേട്ടോ. എന്തായിരുന്നു? പ്രിന്റ് ഔട്ടുകളായിരുന്നു ഒന്നാമത്തെ തലമുറയെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? പ്രിന്റ് ഔട്ടുകളായിരുന്നു ഒന്നാമത്തെ തലമുറയുടെ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട്? ഇഷ്ടംപോലെ ഔട്ട്പുട്ട് അല്ലേ. പ്രിന്റ് ഔട്ട് ഒരു ഔട്ട്പുട്ടാണ്. നമുക്ക് മോണിറ്ററിൽ ഔട്ട്പുട്ട് കാണാൻ പറ്റും അല്ലേ. അങ്ങനെ ഒരുപാട് ഔട്ട്പുട്ടുകളുണ്ട്. അതുപോലെ 3D പ്രിന്റർ ഔട്ട്പുട്ടാണ്. ഇഷ്ടംപോലെ ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇൻപുട്ട് പഞ്ച്ഡ് കാർഡുകളായിരുന്നു. അതുപോലെ പേപ്പർ ടേപ്പ് വെച്ചും ഇൻപുട്ട് കൊടുക്കുമായിരുന്നു. പ്രിന്റ് ഔട്ടുകളായിരുന്നു ഒന്നാം തലമുറയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് അറിയാലോ നമുക്ക്. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന സാധനം അല്ലേ. നമ്മൾ എന്തോ കൊടുക്കുന്നു, അത് പ്രോസസ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് തരുന്നു. റിസൾട്ട് തരുന്ന വഴിയാണ് ഈ പറഞ്ഞത് പ്രിന്റ് ഔട്ടുകൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, മെമ്മറിയെ കുറിച്ച് നോക്കാം. മാഗ്നറ്റിക് ഡ്രമ്മുകളാണ് എന്തായിട്ട്? സെക്കൻഡറി മെമ്മറി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ
സെക്കൻഡറി മെമ്മറി ആയിട്ട് ഉപയോഗിച്ചാൽ എന്താടാ, മാഗ്നറ്റിക് ഡ്രമ്മുകളായിരുന്നു. മാഗ്നറ്റിക് ഡ്രം മെമ്മറി ആയിരുന്നു എന്താ സെക്കൻഡറി മെമ്മറി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. മാഗ്നറ്റിക് ഡ്രം മെമ്മറി കണ്ടോ, അത് ഡ്രം കണ്ടോ, ഡ്രം ആണെങ്കിലേ മാഗ്നറ്റിക് ഡ്രം മെമ്മറിയാണ് ഉപയോഗിച്ചിരുന്നത്. മാഗ്നറ്റിക് ഡ്രംസ് കേട്ടോ. ഓക്കെ, അതുപോലെ ബാച്ച് പ്രോസസ്സിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ. ശ്രദ്ധിക്കുക, ബാച്ച് പ്രോസസ്സിംഗും തുടങ്ങിയത് ഒന്നാമത്തെ തലമുറയിലാണ്. ഇനി നോക്കാം, എന്തായിരുന്നു ലാംഗ്വേജ്? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്. ബൈനറിയെ കുറിച്ച് നമ്മൾ 1-2 കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ. 0 and 1 അല്ലേ, 1 0 ഈ 2 അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനോട് നമ്മൾ സംവദിക്കുന്ന ലാംഗ്വേജുകളാണ് ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുണ്ട്, മെഷീൻ ലാംഗ്വേജ് എന്ന് പേരുണ്ടല്ലേ. ഈ ഒരു ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നത്. മറക്കാൻ പാടില്ലാത്ത കാര്യം വാക്വം ട്യൂബ് ആട്ടോ. അത് ആര് കൊണ്ടുവന്നു? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫസ്റ്റ് ജനറേഷൻ, മറക്കരുത്. അതുപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഓർമ്മ കിട്ടും, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വിഷയം എന്താ? മാഗ്നറ്റിക് ഡ്രം മെമ്മറിയാണ് എന്തിനു സെക്കൻഡറി മെമ്മറി ആയിട്ട് ഉപയോഗിച്ചത്, അത് മറക്കരുത്. അതുപോലെ എന്താണ് ബൈനറി ലാംഗ്വേജ്, ഏത് ഫസ്റ്റ് ജനറേഷൻ ബന്ധപ്പെട്ടില്ലെങ്കിൽ ബൈനറി അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ജനറേഷൻ ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ഫസ്റ്റ് ജനറേഷൻ. എന്താണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെർ ടു ബൾക്കി ആൻഡ് റിക്വയർഡ് എ ലാർജ് റൂം ഫോർ ഇൻസ്റ്റലേഷൻ. അല്ലേ, ഒരുപാട് ബൾക്കി ആയിട്ടുള്ള വലിയ സൈസ് കമ്പ്യൂട്ടറുകളായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അതുപോലെ ഒരുപാട് പവർ ആവശ്യമായിരുന്നു, ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദാഹരണം നോക്കാം. ഇനിയാക്ക്, എഡ്വാക്ക്, എഡ്സാക്ക്, യൂണിവാക്ക്. ഈ എ സി എല്ലാം എന്ത് ഫസ്റ്റ് ജനറേഷൻ വരുന്നത് കേട്ടോ. ഇനി നോക്കാം, IBM 701, 702, 650. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മിക്കവാറും നമ്മൾ എല്ലാ NCERT പോയിന്റുകളാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ചോദിച്ചു വരുന്നത് കേട്ടോ. എന്താണ്? എക്സാമ്പിളുകൾ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ എക്സാമ്പിളുകളും അതിൻ്റെ പ്രോസസ്സറുകളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോകണം. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? നോക്കാം നമുക്ക്. IBM 1401, ICL 2900, CDC 1604, എഡ്സാക്ക്. വളരെ സിമ്പിൾ, വേഗം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതാടാ? ഏതാ? എഡ്സാക്ക് അല്ലേ, എഡ്സാക്ക്. D ആയിരുന്നു അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ NCERT-യിൽ ഒരു കോളത്തിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ എടുത്ത് വെച്ചേക്കാണ്, നിങ്ങളതൊന്ന് നോക്കി വെച്ചേക്കാം. വലിയ കാര്യമൊന്നുമില്ല. In 1943, the British developed a secret code breaking computer called Colossus. ഈ പേര് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്താണ് അതിൻ്റെ പേരെന്താണ്? കൊളോസസ്. 943 കേട്ടോ. ഇത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയാമോടാ? ടു ഡീകോഡ് ജർമ്മൻ മെസ്സേജസ് അല്ലേ. അതായത് യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു. യുദ്ധത്തിൽ ജർമ്മൻ മെസ്സേജസ് ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് എന്ത്? കൊളോസ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് വാസ് ഡിസൈൻഡ് യൂസിങ് വാക്യൂം ട്യൂബ്സ് തന്നെയാണ് നമുക്ക് ഉപയോഗിച്ചിരുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ. അതിൻ്റെ പിന്നിലാരായിരുന്നു ഒന്ന് ഓർത്തിക്കുക. എന്താണ്? ടോമി ഫ്ലവേഴ്സ് എന്ന എഞ്ചിനീയർ ആയിരുന്നു ഈ പറഞ്ഞ കൊളോസസിൻ്റെ പിന്നിൽ കേട്ടോ, ടോമി ഫ്ലവേഴ്സ്. പക്ഷേ ഇത് വളരെയധികം എന്താ പറയുക, അവർ രഹസ്യഭാവമുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിട്ടേണ്ട അംഗീകാരമൊന്നും ആർക്ക് കിട്ടിയിട്ടില്ല, ഫ്ലവേഴ്സിന് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലോസ് അതിൻ്റെ പേര്. ഫസ്റ്റ് ക്ലോസ് വാസ് നോട്ട് എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, ഇറ്റ് വാസ് ഓൺലി ഡിസൈൻ ടു ഡീകോഡ് സീക്രട്ട് മെസ്സേജസ്. സെക്കൻഡ്, ദ എക്സ്റ്റൻഷൻ ഓഫ് ദ മെഷീൻ വാസ് കെപ്റ്റ് സീക്രട്ട് അണ്ടിൽ 1970. 1970 വരെ ഇങ്ങനെ മെഷീൻ ഉണ്ടെന്നുള്ള കാര്യം അവരാരുടെ പറഞ്ഞില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ അഡ്വാൻസ്മെന്റ്സ് അല്ല ഒന്നും കിട്ടിയില്ല കേട്ടോ. ഓക്കെ ആണ് പറഞ്ഞത്. ഓക്കെ അല്ലേടാ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കി വെച്ചാൽ 943 ബ്രിട്ടീഷിലാണ് അല്ലെ, ബ്രിട്ടനിലാണ് ഈ സംഭവം. ഇത് കൊളോസ് ആണ് ഈ മെഷീൻ്റെ പേര്. ഈ മെഷീൻ എന്തിന്? ജർമ്മൻ മെസ്സേജുകൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഗതിയാണ്. 970 രഹസ്യ സ്വഭാവത്തിലുള്ളതായത്. ടോമി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ എഞ്ചിനീയർ അതിൻ്റെ പിന്നിൽ. ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങാനും ഈ NCERT ബുക്ക് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇത് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ മേക്കർ എടുത്ത് ഇട്ടാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ നോക്കാം. രണ്ടാം തലമുറ നോക്കടാ. എന്താണ്? 956 മുതൽ 963 വരെ അല്ലേ. 956 മുതൽ 963 വരെ. എന്താ സുപ്രധാനമായ വ്യത്യാസം? വാക്വം ട്യൂബ്സ് ആർ ബീയിങ് റീപ്ലേസ്ഡ് ബൈ ട്രാൻസിസ്റ്റേഴ്സ്. വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ദ മിറാക്കിൾ ബേബി ഓഫ് ഇലക്ട്രോണിക്സ് എന്നെല്ലാം അറിയപ്പെടുന്ന സാധനമാണ് എന്തെടാ? ട്രാൻസിസ്റ്ററുകൾ കേട്ടോ, ട്രാൻസിസ്റ്ററുകൾ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകളാണ്
ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ കണ്ടുപിടുത്തമാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഇലക്ട്രോണിക്സ് മേഖലയെ കൊണ്ടുവന്നത്. അതിനു മുന്നേ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഡിവൈസുകളെല്ലാം അതിൻ്റെ എല്ലാം കോംപ്ലക്സിറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റർ വരികയാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്ററിനെ മിറാക്കിൾ ബേബി ഓഫ് ഇലക്ട്രോണിക്സ് എന്നും വണ്ടർ ചൈൽഡ് അല്ലെ അത്ഭുത ശിശു, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നും അറിയപ്പെടുന്നു. ആര്? ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇത് ആരാ കൊണ്ടുവരുന്നത്? ആരാണ്? ജോൺ ബാർഡിൻ, വാൾട്ടർ ബ്രാറ്റൈൻ ആൻഡ് വില്യം ഷോക്കലി. ചിലപ്പോൾ ഇതിനകത്ത് വില്യം ഷോക്കലി മാത്രമേ ഓപ്ഷനിൽ കാണത്തുള്ളൂ കേട്ടോ, അത് നിങ്ങൾ എഴുതിക്കോണം. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിലാണ് എന്ത്? വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സും പിറന്നു വീണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 947 വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നറിയപ്പെടുന്ന ആരടാ? ആര്? പറ, ആരാണ്? ട്രാൻസിസ്റ്റർ അല്ലേ, ട്രാൻസിസ്റ്റർ പിറന്നു വീണത്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ 947 കണ്ടുപിടിച്ചു, ഇത് കമ്പ്യൂട്ടറിംഗിൽ കൊണ്ടുവന്നു. 956 മുതൽ രണ്ടാമത്തെ ജനറേഷൻ ആരംഭിച്ചു. എന്താ? വാക്വം ട്യൂബ്സ് ആർ റീപ്ലേസ്ഡ് അല്ലേ. ഇത് ബെൽ ലബോറട്ടറീസിലാണ് ഇതിന്റെ ഈ കണ്ടുപിടുത്തം നടത്തിയത്. എന്താണ്? ബെൽ ലബോറട്ടറീസിലാണ് ട്രാൻസിസ്റ്ററുകളെ കണ്ടുപിടുത്തം നടത്തിയത് കേട്ടോ. ബെൽ ലബോറട്ടറീസ് ഇവരാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പങ്കുവച്ച ആരൊക്കെയാണ്? ബാർഡീൻ, അതുപോലെ ബ്രാറ്റൈൻ, അതുപോലെ ഷോക്കലി, ഇത്രയും പേരാണ് ഇതിന്റെ കണ്ടുപിടുത്തത്തിൽ സുപ്രധാനമായി പങ്കുവഹിച്ചത് കേട്ടോ. ഇനി നമുക്ക് കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് എവിടെയാണ്? സെക്കൻഡ് ജനറേഷനിലാണ്. എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നേരത്തെ എന്ത് ലാംഗ്വേജാണ് ഉപയോഗിച്ചിരുന്നത്? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് അല്ലേ. മെഷീൻ ലാംഗ്വേജ് അതേപോലെ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോഡ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന രണ്ടാമത്തെ തലമുറയിലാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ തലമുറ. മറന്നുപോലെ കേട്ടോ മക്കളെ, മറന്നുപോലെ. അതുപോലെ മാഗ്നറ്റിക് കോർ മെമ്മറി, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഇവിടെ നോക്കുക, പ്രൈമറി സ്റ്റോറേജിനെ കുറിച്ചും പറയുന്നു, സെക്കൻഡറി സ്റ്റോറേജിനെ കുറിച്ചും പറയുന്നു. നേരത്തെ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ പ്രൈമറി മെമ്മറി ഡിവൈസ് ഏതായിരുന്നു? മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു അല്ലേ. ഏതായിരുന്നു? മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു. മാഗ്നറ്റിക് ഡ്രംസ് എന്തോ മാറ്റിക്കൊണ്ട് മാഗ്നറ്റിക് കോർ മെമ്മറി വരുന്നു. അതുപോലെ മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറികളും കൊണ്ടുവരികയാണ്. അപ്പൊ നോക്ക്, ഇവിടെ ഈ കോർ ഡിസ്ക് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. ഈ കോർ എന്ത്? പ്രൈമറി സ്റ്റോറേജ്. കോർ എന്ന് പറഞ്ഞ വാക്ക് അടിസ്ഥാനമല്ലേടാ. കോർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾഭാഗമല്ലേ കോർ എന്ന് പറയുന്നേ അല്ലേ. അപ്പൊ എന്താ? പ്രൈമറി സ്റ്റോറേജിന് കോർ ഉപയോഗിച്ചു എന്നുള്ള കോഡ് വെച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രൈമറി സ്റ്റോറേജിന് കോർ ഉപയോഗിച്ചു. ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ CD ഓർത്താൽ മതി. CD അല്ലേ, അത് സെക്കൻഡറി സ്റ്റോറേജ്. അത് വേണമെങ്കിൽ ഊരി മാറ്റാം. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പം മാഗ്നറ്റിക് കോറും മാഗ്നറ്റിക് ഡിസ്കും തമ്മിൽ മാറിപ്പോകരുത്. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് കോർ മെമ്മറിയാണ്. അതുപോലെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാം ജനറേഷനിലാണ് മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറിയാണ് കേട്ടോ മക്കളെ. മറന്നു പോകരുത്, മാറിപ്പോകരുത് കേട്ടോ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ നിങ്ങൾ കണ്ടോ? അതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്. ഓക്കെ, അതുപോലെ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? എന്താണ്? ട്രാൻസിസ്റ്റർ ആണല്ലേ. ട്രാൻസിസ്റ്റർ ആരാ കണ്ടുപിടിച്ചത്? ജോൺ ബാർഡിൻ, വാൾട്ടർ ബ്രാറ്റൈൻ ആൻഡ് വില്യം ഷോക്കലി. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിലാണ് മക്കളെ എന്ത്? വണ്ടർ ചൈൽഡ് പിറന്നു വീണത്. ഓക്കെ, ഇത് മറക്കല്ലോ, മറക്കോടാ, മറക്കരുത് കേട്ടോ. ഓക്കെ, അതുപോലെ കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവന്നതും രണ്ടാമത്തെ തലമുറയിലാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മറ്റൊന്നാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റാ. മനസ്സിലായ? ഇതിന് സമാനം വരുന്ന സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ വന്നത്. ഇവിടെ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന ഏതാണ്? സെക്കൻഡ് ജനറേഷനിലാണ്. ഓക്കെ, ഇനി കോറും ഡിസ്ക് മാറിപ്പോവോ? മാഗ്നറ്റിക് കോർ മെമ്മറി സെക്കൻഡ് ജനറേഷനിലെ എന്തായിരുന്നു? കോർ ആകുമ്പോഴത്തേക്ക് എന്ത്? പ്രൈമറി അല്ലേ. സെക്കൻഡറി മെമ്മറി എന്താണ്? ഡിസ്ക് മെമ്മറി. ഓക്കെ, മറക്കൂലല്ലോ, ഇനി മറക്കല്ലേട്ടാ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 956 മുതൽ 63 വരെ അല്ലേ. ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് മൂവ്ഡ് ഫ്രം ക്രിപ്റ്റിക് ബൈനറി ലാംഗ്വേജ് ടു സിംബോളിക് ഓർ അസംബ്ലി ലാംഗ്വേജ് അല്ലേ. സിംബോളിക് അസംബ്ലി ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ഫർമേഷൻ നടത്തി എന്നുള്ളതാണ്. എന്താ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ബൈനറി ലാംഗ്വേജ് അല്ലേ. 0 1 0 1 0 1 എന്ന് തുടങ്ങുന്ന ബൈനറി ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എന്താണ്? സിംബോളിക് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജുകളിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ എന്താണ്? ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ. ഇത് ഓർത്ത് വെച്ചാൽ ചോദിച്ചിട്ടുണ്ടോ? ട്രാഡിയാക്ക ആദ്യമല്ലേ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ എന്താണ്? ട്രാഡിയാക്ക്. ആ പേര് തന്നെ ട്രാൻസിസ്റ്റർ വെച്ചുള്ള കമ്പ്യൂട്ടർ ട്രാഡിയാക്ക് അല്ലേ. ട്രാഡിയാക്ക് എന്താണ്? ട്രാൻസിസ്റ്റർ വെച്ച കമ്പ്യൂട്ടർ ട്രാഡിയാക്ക്. ഇനി മറക്കാതെ
ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ എന്താണ്? ഒന്ന് ഉറച്ചു പറഞ്ഞേ, ട്രാഡിയാക്ക്. മറക്കല്ലേ കേട്ടാ, മറക്കല്ലേ. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതാണ്? രണ്ടാമത്തെ ജനറേഷനിലാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ചോദിക്കും എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജും ആണോ? അല്ല കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ടാം ജനറേഷനിലാണ്. മനസ്സിലായോ? ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ടാം ജനറേഷൻ. അതായത് ഉദാഹരണം എന്താണ്? ഫോർട്രാനും കോബോളും. ഫോർട്രാൻ ചോദിച്ചിട്ടുണ്ട്. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഫോർട്രാന്റെ ഫുൾ ഫോം കേട്ടോ. എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ. എന്താ മക്കളെ? ഫോർമുല ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്നാണ് എന്തിന്റെ? ഫോർമുലയുടെ ഫോർട്രാന്റെ ഫുൾ ഫോം പറയുന്നത് കേട്ടോ. അപ്പൊ കോബോളിന്റെ ഫുൾ ഫോം എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് അല്ലേ? എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. മറന്നു പോലെ എഴുതി വെച്ചോണേ. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് കേട്ടോ. കോബോളിന്റെ ഫുൾ ഫോം. എന്തായാലും ഞാൻ എഴുതി സമയം കളയുന്നില്ല. അപ്പോൾ ഫോർട്രാൻ ചോദിച്ചിട്ടുണ്ട്, കോബോൾ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ് കോബോൾ എന്ന് പറഞ്ഞാൽ. ഹൈ ലെവൽ ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡ് ജനറേഷൻ, രണ്ടാമത്തെ തലമുറയിലാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഫോർട്രാൻ അതേ പരീക്ഷയിൽ ചോദിച്ചാണ്. ഒറ്റ ക്വസ്റ്റ്യൻ ചുമ്മാ നിർത്തി വെച്ചാൽ കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ അല്ലേ? ഓക്കെ ആണ്. അതുപോലെ ഉദാഹരണങ്ങൾ നോക്കിക്കൊണ്ട് പോകാം. എന്താണ്? എക്സാമ്പിൾ IBM 1401, IBM 1620, IBM 7000, CDC 1604, CDC 3600, PDP-1, ഹണിവെൽ 400, അറ്റ്ലസ് മാർക്ക് 3. ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇത് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് എക്സാമ്പിൾ എഴുതി വെക്കണം. ഒന്നാമത്തെ രണ്ടാമത്തെ ജനറേഷൻ്റെ എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെയാണ് ചോദിച്ചത്? പറഞ്ഞ ഓക്കെ അല്ലടാ? ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമല്ലടാ, ഏത് ജനറേഷൻ ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ, ട്രാഡിയാക്ക് ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഒന്നുകൂടെ നോക്കിപ്പോലെ ഒന്ന് നോക്കാം, ഉറപ്പിച്ചിട്ട് പോകാം. ഓക്കെ. വാക്വം ട്യൂബ്സ് റീപ്ലേസ് ചെയ്യുന്നു അല്ലേ? ബെൽ ലബോറട്ടറിയിൽ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. ആര്? വാൾട്ടർ ബ്രാറ്റനും വില്യം ഷോക്ലിയും. 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വർഷം. ഓക്കെ, സംശയമില്ലല്ലോ. അതുപോലെ അത് മിറാക്കിൾ ബേബി ഇലക്ട്രോണിക്സ് എന്നും വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നും അറിയപ്പെടുന്നു. എന്ത്? ട്രാൻസിസ്റ്റർ അല്ലേ? കാരണം അത്രയ്ക്ക് വലിയ വ്യത്യാസം ഇലക്ട്രോണിക്സിന്റെ ഫീൽഡിൽ കൊണ്ടുവന്ന കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തം. അതുപോലെ നോക്കാം, കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവന്ന എവിടെയാണ്? ഈ വർഷത്തിലാണ്, ഈ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ ജനറേഷനിലാണ്. ഓക്കെ. രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് മെമ്മറികൾ നോക്കാം. എന്താണ്? പ്രൈമറി മെമ്മറി എന്താണ്? മാഗ്നറ്റിക് കോർ മെമ്മറി അല്ലെ? മാഗ്നറ്റിക് ഡ്രംസ് വെയർ ദ സെക്കൻഡറി മെമ്മറി ഫോർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആൻഡ് മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറി ഈസ് യൂസ്ഡ് ആസ് സെക്കൻഡറി സ്റ്റോറേജ് ഫോർ ദ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ. അപ്പോൾ അതുപോലെ നോക്കാം, ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് മൂവ്ഡ് ഫ്രം ക്രിപ്റ്റിക് ബൈനറി ലാംഗ്വേജ് ടു സിംബോളിക് ഓർ അസംബ്ലി ലാംഗ്വേജ്. അതുപോലെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ട്രാഡിയാക്ക് ആണ്. അതുപോലെ എന്താണ് ലാംഗ്വേജ് നോക്കാം, ഫോർട്രാൻ, കോബോൾ, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? സെക്കൻഡ് ജനറേഷനിൽ. ഇതെന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഫസ്റ്റ് ജനറേഷൻ എന്താണ്? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നത്. ഫോർട്രാൻ എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ അല്ലേ? കോബോൾ എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഉദാഹരണങ്ങളോട് നിങ്ങൾ നോട്ട് എഴുതി വെച്ച് തന്നെ പോകണം. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലടാ? ഇനി നമുക്ക് നോക്കാം തേർഡ് ജനറേഷൻ, മൂന്നാമത്തെ തലമുറ. 964 തുടങ്ങി 971 വരെ ആ ഒരു പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെ വരുവാടാ? ഞാൻ കണ്ടില്ല നിങ്ങൾ. അതായത് 977 വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കാം, ഇവിടെ എന്താ ചെയ്തത്? IC ചിപ്പുകൾ എന്ന് പറയുന്ന സാധനം അല്ലേ? IC ചിപ്പുകൾ എന്ന് പറയുന്ന സാധനം. IC ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലൂടെ കൂടെ ഈ IC ചിപ്പുകളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോസസ്സറുകൾ. IC ചിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോക്കുക, 964 മുതൽ 971 അവസാനിക്കുന്ന തേർഡ് ജനറേഷനിൽ IC ചിപ്പുകൾ കൊണ്ടുവന്നു. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് IC ചിപ്പുകൾ കൊണ്ടുവന്നു. തേർഡ് ജനറേഷനിലെ പ്രത്യേകത എടുത്ത് ചോദിക്കുന്നുണ്ട്. IC ചിപ്പ് കൊണ്ടുവന്ന ഏത് ജനറേഷൻ? അല്ലെങ്കിൽ തേർഡ് ജനറേഷനിൽ എന്താണ് വന്നത്? IC ചിപ്പ് നോക്കാം. IC ചിപ്പ് ആർ ഡെവലപ്ഡ് ബൈ ജാക്ക് കിൽബിയാണ് IC ചിപ്പ് ഡെവലപ്പ് ചെയ്തല്ലേ? കണ്ടുപിടിച്ച ആരാണ്? ജാക്ക് കിൽബി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. ജാക്ക് കിൽബിയാണ് IC ചിപ്പ് കണ്ടുപിടിച്ചത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ മാനുഫാക്ചർഡ് യൂസിങ് IC ചിപ്പ്, ഇതും ചോദിച്ചിട്ടുണ്ട്. IBM 360. എന്താണ്? IBM 360. NCERT പോയിന്റും ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NCERT എന്താണോ പറയുന്നത് മിക്കവാറും അതാണ് ഡയറക്റ്റ് എടുത്ത് ചോദിക്കുന്നത്. ഇപ്പം പണ്ടത്തെ കണക്കല്ല. പണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്തൊക്കെ ചോദിക്കും. ഇപ്പം അങ്ങനെയല്ല. NCERT പുസ്തകത്തിൽ എന്താ ഉള്ളത് നോക്കും, അതുപോലെ SCERT പുസ്തകത്തിൽ എന്താ ഉള്ളത് നോക്കും, അതെടുത്ത് ചോദ്യം ഇടും.
ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് വന്നോ മൂന്നാമത്തെ തലമുറയിൽ അല്ലേ. അപ്പോൾ അത് വന്നതിന് ശേഷം എന്താണ് ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സിങ് അതിലേക്ക് മാറി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. തേർഡ് ജനറേഷനിലെ ചിപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്താണ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ IC ചിപ്പ് വന്നു. IC ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്ററുമായിട്ട് വ്യത്യാസമുള്ള ട്രാൻസിസ്റ്റർ എല്ലാം കൂടെ കൂടി ചേർത്ത സംഗതി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായി പറയുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം ബേസിക് എന്താണ് ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററും ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC ചിപ്പ് ആരാ കണ്ടുപിടിച്ചേ? ജാക്ക് ഗിൽബിയാണ്, ജാക്ക് ഗിൽബി. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ മാനുഫാക്ചർ യൂസിങ് IC ചിപ്പ് ചോദിക്കാം. IBM 360. IBM എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണല്ലേ IBM. ഓക്കെ, അതുപോലെ കീബോർഡും മോണിറ്ററും ഇൻട്രൊഡ്യൂസ് ചെയ്ത് എവിടെയാണ്? തേർഡ് ജനറേഷനാണ്. എന്താണ്? കീബോർഡും മോണിറ്ററും. അവിടെ നമുക്ക് മൗസ് ഇല്ല കേട്ടോ, മൗസിന്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. കീബോർഡിൽ കൂടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, മോണിറ്ററിൽ നമുക്ക് ഔട്ട്പുട്ടും കാണാൻ പറ്റും അല്ലേ. പണ്ടത്തെ സിനിമയിലൊക്കെ നമുക്ക് ഇതേപോലുള്ള കമ്പ്യൂട്ടറുകളൊക്കെ കാണാമായിരുന്നു, വലിയ TV പോലത്തെ കമ്പ്യൂട്ടർ ഇതുപോലെ ഇങ്ങനെ അല്ലേ. നമ്മളേക്ക് ഇതാണ് വലിയ കമ്പ്യൂട്ടർ, മീൻസ് ഈ TV ആണ് കമ്പ്യൂട്ടർ നമ്മൾ കണ്ടു വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കീബോർഡും മോണിറ്ററും കൊണ്ടുവന്ന എവിടെയാ? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്, മറന്നുപോലെ കേട്ടോ. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്കൻഡ് ജനറേഷനാണ്. പക്ഷേ ബേസിക് എന്നാ വന്നത്? ബേസിക് സെക്കൻഡ് അല്ല, തേർഡ് ജനറേഷനിലാണ് ബേസിക് വന്നത്. ഓക്കെ, എന്താ ബേസിക്കിന്റെ ഫുൾ ഫോം? ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് അല്ലേ. ബിഗിനേഴ്സ്, ബി ഫോർ ബിഗിനേഴ്സ്, ആൾ പർപ്പസ് അല്ലേ, ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് അല്ലേ. ഇത്രയേ ഉള്ളൂ. കണ്ടോ, എന്താണ്? ഇതൊരു വളരെയധികം എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലേ. സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡാണ്, ഇത് ഓർത്ത് വെച്ചാൽ. എന്താണ്? ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നറിയപ്പെടുന്ന ബേസിക് കൊണ്ടുവന്നത് മൂന്നാമത്തെ ജനറേഷൻ. എല്ലാവരും എപ്പോഴും സംശയം ചോദിക്കാൻ, സാറേ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് 3-ല 2-ല വന്നതെന്ന് എപ്പോഴും ചോദിക്കും. പിള്ളേർ വിളിച്ച് ചോദിക്കുന്നതാണ്, അതെന്താ ബേസിക് വന്നത് അവിടെയല്ലേ, ബേസിക് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലേ എന്ന് ചോദിക്കും. ആണ്, പക്ഷേ ബേസിക് വന്നതാണ് എന്ന് തേർഡ് ജനറേഷനില്ല. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ. മറക്കല്ലോ കേട്ടോ, മറന്നുപോലെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനി എക്സാമ്പിൾ നോക്കാടാ. എന്തൊക്കെയാണ്? IBM 360 അല്ലേ, IBM 360, IBM 370, PDP 6, PDP 8 ആൻഡ് PDP 11, ഹണിവെൽ 6000, ICL 2900. ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇതിനകത്ത് വേറെ കോഡൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം ഈ നമ്പറുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ വലിയ കോഡൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ കോഡ് ജനറേറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചരിച്ചിട്ടേക്കുന്നറിയാം, ഈ സാധനങ്ങളെല്ലാം NCERT-യിലുള്ളതാട്ടോ. ഈ ചരിച്ചിട്ടേക്കുന്ന സാധനങ്ങൾ NCERT-യുള്ള എക്സാമ്പിളാണ്. ബാക്കി അല്ലാത്ത എക്സാമ്പിൾ IBM 360, IBM 370 നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേടാ. ഇനി നമുക്ക് തേർഡ് ജനറേഷൻ ഒന്ന് നോക്കാം. തേർഡ് ജനറേഷൻ സെക്കൻഡിൽ നിങ്ങൾ ഈ ചരിച്ചിട്ടോ മറക്കല്ലേട്ടാ. ഇത് NCERT-യിലുള്ളതാ. ഈ IBM 1401, IBM 1620 എവിടെയാണ്? NCERT പോലുള്ള പോയിന്റാണ് ഈ ചരിച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇത് എന്തൊക്കെ പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കാൻ മറക്കരുത്, ഇത് പഠിച്ചിരിക്കണം കേട്ടാ. അതുപോലെ തേർഡ് ജനറേഷൻ നോക്കാം. IC ചിപ്പ് കൊണ്ടുവന്നു അല്ലേ, IC ചിപ്പ് കൊണ്ടുവന്നു മൂന്നാമത്തെ തലമുറയിൽ. അത് ആരാണ് കൊണ്ടുവന്നത്? ജാക്ക് ഗിൽബിയാണ് കൊണ്ടുവന്നത്. അതുപോലെ ആദ്യത്തെ കമ്പ്യൂട്ടർ IC ചിപ്പ് ഉപയോഗിച്ച് IBM 360 അല്ലേ. ഓക്കെ, ഇനി നോക്കാം. കീബോർഡും മോണിറ്ററും കൊണ്ടുവന്നു മൂന്നാമത്തെ തലമുറയിൽ. അതുപോലെ ഹൈ ലെവൽ ബേസിക് ലാംഗ്വേജ് ആയിട്ടുള്ള ബേസിക് വന്നത് ഒന്നാണ് തേർഡ് ജനറേഷൻ ആണ്. ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് അല്ലേ. ഓക്കെ, ഇനി നോക്കാം. IBM 360, 370 മറന്നു പോകരുത്, മൂന്നാമത്തെ തലമുറയിൽ വന്നാണ്. മറ്റത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചിരിക്കണം കേട്ടടാ. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ജനറേഷൻ നോക്കാം. 1973 മുതൽ നാളിതുവരെ ചില പുസ്തകങ്ങളിലും ചില റാങ്ക് ഫയലൊക്കെ 71 84 വെച്ചിട്ട് പിന്നെ ഒരു തരംതിരിവൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടിസ്ഥാനം NCERT പുസ്തകമാണ്. NCERT പുസ്തകത്തിൽ എന്താണോ പറയുന്നത് അതാണ് PSC ചോദിക്കുന്നത്. ഇൻ കേസ് അതിന് വ്യത്യസ്തമായിട്ട് PSC ഉത്തരം തന്നാൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സോഴ്സാണ് NCERT പാഠപുസ്തകം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പഠിക്കാം. ഫോർത്ത് ജനറേഷൻ 1971 മുതൽ മൈക്രോ പ്രോസസ്സറുകൾ വന്നു. IC ചിപ്പ് പിന്നെ ചുരുങ്ങി മൈക്രോ പ്രോസസർ. എന്താ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ? എന്താണ്? അതിനകത്ത് ആയിരക്കണക്കിന് 10000കണക്കിന് അല്ലേ ട്രാൻസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും റെസിസ്റ്ററുകളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ പ്രോസസ്സിങ്ങൾ വളരെ നിമിഷ നേരം കൊണ്ട് മൈക്രോ സെക്കൻഡോ നാനോ സെക്കൻഡോ കൊണ്ട് സാധ്യമാക്കുന്ന തരത്തിൽ കമ്പ്യൂട്ടറിനെ വികസിപ്പിക്കാൻ പറ്റിയ
മൈക്രോ പ്രോസസ്സറുകൾ. ഇനി നോക്കാം, ഇപ്പോൾ i7ൻ്റെയും i9ൻ്റെയും കാലഘട്ടമാണ് അല്ലേ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് i7 ആണ്. i9 എന്ന് വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല. അപ്പോൾ നോക്കാം, എന്താണ് i7 എന്ന് പറയുമ്പോൾ മിക്കവാറും 5, 6 കോർ, 7 കോറൊക്കെ. i7 എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് കോർ നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ എന്താണ് ഡ്യുവൽ കോറിൽ പണ്ട് 2 കോർ ഉണ്ടായിരുന്നു. i3 വന്നപ്പോഴത്തേക്ക് 2 കോറുള്ള പ്രോസസ്സർ ഉണ്ടെന്നാണ് 3 കോർ, അങ്ങനെ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും i7 ആണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല പെർഫോമൻസ് ഉള്ള ഒരു നമ്മുടെ ഇൻ്റലിൻ്റെ ഒരു പ്രോസസ്സറാണ്. അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് പ്രോസസ്സറൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും അവിടെ നിൽക്കട്ടെ. മൈക്രോ പ്രോസസ്സറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു 971. എന്താണ് 971 മൈക്രോ പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൈക്രോ പ്രോസസ്സർ ആരാണ്? ടെഡ് ഹോഫ്, സ്റ്റാൻലി മേസർ ആൻഡ് മസ്തോഷി ഷിംല. ടെഡ് ഹോഫിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാറുള്ളത് കേട്ടോ. ടെഡ് ഹോഫിൻ്റെ പേര് 971 എന്ത് മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിക്കുന്നത് കേട്ടോ, 971. അപ്പോൾ അന്ന് തൊട്ട് തന്നെയാണ് 4th ജനറേഷൻ നമ്മൾ വേർതിരിച്ച് പറയുന്നതും. ഇനി നോക്കാം, ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഇന്റൽ ഉണ്ടാക്കുന്നതല്ലേ, ഇന്റൽ ഇൻസൈഡ് അല്ലേ. ഇന്റൽ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമില്ലടാ അല്ലേ. ഏതാണ്? ഇന്റൽ 4004 971. അതും 971 തന്നെയാണ് ഇന്റൽ 4004. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലടാ. അപ്പം നേരത്തെ പറഞ്ഞു മൈക്രോ പ്രോസസ്സർ സിംഗിൾ ചിപ്പ് അല്ലേ, സിംഗിൾ ചിപ്പ് വിച്ച് കണ്ടെയ്ൻസ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ഓഫ് കമ്പോണൻസ് ലൈക്ക് ട്രാൻസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റർ അല്ലേ. റെസിസ്റ്റർ ഉണ്ടാകും, കപ്പാസിറ്റർ ഉണ്ടാകും, ട്രാൻസിസ്റ്റർ ഉണ്ടാകും. ഇതിനെ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക, മൈക്രോ പ്രോസസർ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനെ LSI ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, ലാർജ് സ്കെയിലിൽ ഒരുപാട് എണ്ണത്തിനെ കൂട്ടിച്ചേർക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുക, ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ LSI. ഇപ്പോൾ LSI കഴിഞ്ഞു പോയി മക്കളെ, ഇപ്പോൾ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ്റെ കാലഘട്ടമാണ് കേട്ടോ. അൾട്രാ ലാർജ് സ്കെയിൽ ULSI അല്ലേ, ULSIയുടെ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലോടുകൂടി എന്താണ് ട്രാൻസിസ്റ്ററുകൾ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പറഞ്ഞ മൈക്രോ പ്രോസസ്സറുകൾ ഉണ്ടാക്കിയെടുത്തത്. പോയിന്റ് മറക്കരുത്, ആരാണ് കൊണ്ടുവന്നത്, വർഷം മറക്കരുത്. അതുപോലെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇന്റൽ 4004. ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ LSIക്ക് ശേഷം എന്ത് ചെയ്തു, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലേക്ക് അല്ലേ. സോറി അൾട്രാ അല്ല കേട്ടോ, മാറിപ്പോയെ, സോറി. VLSI ആണ് കേട്ടോ, VLSI അൾട്രാ അല്ല. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലയളവ്. എന്തായാലും ലാർജ് ഇൻ്റഗ്രേഷനിൽ നിന്നും എന്തായി മാറി, ഇപ്പോൾ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലേക്ക് മാറി എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേ എന്ന് പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് എടുത്ത് പറഞ്ഞു കേട്ടോ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അലൻ ട്യൂറിംഗ് ആണ്, അലൻ ട്യൂറിംഗ്. അപ്പോൾ അലൻ ട്യൂറിംഗ് എന്താ ചെയ്തേ, ട്യൂറിംഗ് മെഷീൻ കണ്ടുപിടിച്ചില്ലേ, ട്യൂറിംഗ് ടെസ്റ്റ് അല്ലേ, ബുദ്ധി ഇളക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധി ഇളക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ സ്പീഡ് ഇളക്കുന്ന ടെസ്റ്റ് ആണല്ലേ. അപ്പോൾ എന്താണ് ആ ട്യൂറിംഗ് ടെസ്റ്റ്, അതിനെക്കുറിച്ച് ഇനി പറയുന്നുണ്ട്, അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്, കുറച്ച് ഭാഗം കൂടെ ഉണ്ട് ഇന്നത് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അറിയപ്പെടുന്ന ആരാണ്, അലൻ ട്യൂറിംഗ് ആണ്, അലൻ ട്യൂറിംഗ് കേട്ടോ, അലൻ ട്യൂറിംഗ്. ട്യൂറിംഗ് ടെസ്റ്റ് കണ്ടുപിടിച്ച് ചെയ്തതാണ്. ബുക്കിനകത്തുണ്ടല്ലോ നമ്മുടെ ഏതാണ് നമ്മുടെ NCERT ബുക്കിനകത്ത് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും അലൻ ട്യൂറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ടേം കോയിൻ ചെയ്ത ആരെന്നറിയാവോ, മക്കാർത്തിയാണ്, ജോൺ മക്കാർത്തിയാണ്. അതായത് അലൻ ട്യൂറിങ്ങിൻ്റെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് AI കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ട് ആര്, ട്യൂറിംഗ് ചിന്തിച്ചിട്ടുണ്ട്. ട്യൂറിംഗ് ആണ് ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞതുപോലെ ക്യാൻ മെഷീൻസ് തിങ്ക്, അതായത് മെഷീനുകൾക്ക് ആലോചിക്കാൻ കഴിയുമോ എന്നൊരാശയം മുന്നോട്ട് വെച്ചത്. അതാണ് ശരിക്കും പറഞ്ഞാൽ AI ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നതും അതിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ്, മക്കാർത്തിയാണ്. പക്ഷേ പിതാവെന്ന് അറിയപ്പെടുന്ന മക്കാർത്തിയാണ്. ഇനി PSC ചോദിച്ചു കഴിഞ്ഞാൽ അലൻ ട്യൂറിങ്ങിനെ എടുത്ത് വെക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. PSCയിൽ ഞാൻ കുറേ നോക്കിയപ്പോഴത്തേക്കും AI എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് മക്കാർത്തി ആണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടേം കൊണ്ടുവന്ന ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും AIയുടെ പിതാവെന്നും പറയപ്പെടുന്ന മക്കാർത്തിയാണ്. നമ്മുടെ NCERT പാഠപുസ്തകത്തിൽ മാത്രം ഇപ്പോഴുള്ളത് കേട്ടോ. തെറ്റില്ല എന്ന് ഞാൻ പറയില്ല NCERT പാഠപുസ്തകത്തിൽ. കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തെറ്റ് തന്നെയാണ് ഒരു പ്രാവശ്യം PSC ശരിയായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഇതുങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക, ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മറ്റേ കഴിഞ്ഞ ക്ലാസ്സിലെ കറക്ഷൻ മാറ്റിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് LSI പിന്നെ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലേക്ക് മാറ്റം വന്നു എന്നുള്ളതാണ്. ഓക്കെ, ദീസ് കമ്പ്യൂട്ടേഴ്സ് വെയർ ഇന്റർ കണക്റ്റഡ് ടു ഫോം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് വിച്ച് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റർനെറ്റ്. അപ്പോൾ നോക്ക്, ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് അല്ലെ ഇന്റർനെറ്റ് എന്ന ആശയത്തിലേക്ക് പോകുന്ന എത്രാമത്തെ, നാലാമത്തെ ജനറേഷനിലാണ്. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തി.
അങ്ങനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എല്ലാം കൊണ്ടുവന്നു. ഇതെല്ലാം വന്നത് 4ാമത്തെ ജനറേഷനിലാണ്. ഒരു വീട്ടിനകത്തിരിക്കുന്ന ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ഒരു സെർവർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് പോലെ എങ്ങനെ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും കണക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു നെറ്റ്വർക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇന്റർനെറ്റിലേക്കുള്ള കണ്ടുപിടുത്തം എല്ലാം പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം 4ാമത്തെ ജനറേഷൻ വന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, എന്താണ് മൈക്രോ പ്രോസസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമുക്കറിയാം. മറക്കല്ലേ, ടെഡ് ഹോഫിന്റെ പേര് മറന്നു പോകരുത്. 971 4ാമത്തെ ജനറേഷൻ തുടങ്ങി. അന്ന് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചതും. ഇന്റൽ 4004 ആദ്യത്തെ മൈക്രോ പ്രോസസർ. അതുപോലെ അതും വന്ന് 971 971 മറക്കല്ല. ഓക്കെ, അപ്പോ അതുപോലെ ഈ 4ാമത്തെ ജനറേഷനിലാണ് എന്താ ഇന്റർനെറ്റ്, വാൻ, ലാൻ ഈ കണ്ടുപിടുത്തങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നത് 4ാമത്തെ ജനറേഷനുകളിലാണ് അല്ലെ. മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന സാധനത്തിന്റെ കൊണ്ടുവരവാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുപോലെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും 4ാമത്തെ ജനറേഷനിലാണ്. എന്താണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്? നേരത്തെ മോണിറ്റർ വന്നെന്ന് പറഞ്ഞല്ലേ, മോണിറ്ററിൽ ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡുകൾ കൊടുക്കാം. CMD കമാൻഡുകൾ കൊടുത്തിട്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാമായിരുന്നു. പക്ഷേ അതൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആയിട്ട് വന്ന 4ാമത്തെ ജനറേഷനാണ്. അതുപോലെ മൗസ് ആൻഡ് ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4ാമത്തെ ജനറേഷൻ. ഇന്റർനെറ്റും പറഞ്ഞു ഇപ്പം മൗസ് കൊണ്ടുവന്നതും 4ാമത്തെ ജനറേഷനിലാണ്. 4ാമത്തെ ജനറേഷൻ മൗസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഇപ്പം നമുക്ക് കിട്ടുന്ന എല്ലാത്തിനും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലാത്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ടാ നമുക്കില്ല അല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒരു കമ്പ്യൂട്ടറാണ്. അതുപോലെ ബാക്കി എല്ലാം അല്ലേ, മിക്കവാറും മൊബൈൽ ഫോൺ എല്ലാം ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. അതിനകത്തൊരു പ്രോസസർ ഉണ്ട് അല്ലേ, അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, അതിനകത്ത് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇത് വെച്ച് നമ്മൾ ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിനെല്ലാം എന്തുണ്ട്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട് അല്ലേ. എന്താ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്? ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസാ. അത് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ പറ്റണം. ഇതൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ്. അതേപോലെ ഈ കാണുന്ന എല്ലാം ഗ്രാഫിക്സ് ആണ്. അപ്പൊ അങ്ങനെ യൂസർ ഇന്റർഫേസ്, യൂസർ ഉപയോഗിക്കുന്ന ആളിനെ എന്താണ് ആ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഇന്റർഫേസ് കൊണ്ടുവന്നു കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ. അത് കണ്ടിട്ടല്ലേടാ നമ്മൾ ഉദാഹരണം ഫോൾഡർ നമ്മൾ തുറക്കുന്നു. ഫോൾഡർ എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലേ അല്ലേടാ. ഒരു കമ്പ്യൂട്ടറിന് ഡെസ്ക്ടോപ്പിൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടു. ആ ഫോൾഡറിനകത്ത് ഒരു വേർഡ് ഫയൽ ചെയ്തിട്ടു. അപ്പോൾ ആ ഫോൾഡർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോൾഡർ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് അല്ലേ. അപ്പോൾ GUI വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മൗസ് വന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് അല്ലേ. മൗസ് കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്ക് GUI ഉപയോഗിക്കാൻ പറ്റിയത്. ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ GUIയും മൗസ് നമ്മൾ ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കണം. മൗസും GUIയും കൊണ്ടുവന്ന എന്താ 4ാമത്തെ ജനറേഷനിലാണ് മക്കളെ, മറന്നു പോകരുത്. ഓക്കെയാണ്. എക്സാമ്പിൾ നോക്കാം. IBM PC, ആപ്പിൾ 2 ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ NCERT പാഠപുസ്തകത്തിലുള്ളത്. ആപ്പിൾ 2, IBM PC, പിന്നെ സ്റ്റാർട്ട്, ക്രൈ എന്നൊക്കെ പറയുന്നതെല്ലാം എക്സാമ്പിളുകളാണ്. ചോദിക്കാറില്ല, അങ്ങനെ ചോദിക്കാറില്ല. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന പല കമ്പ്യൂട്ടറും 4th ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ഓക്കെ ഇനിയാണ്ട് 5th ജനറേഷൻ കൃത്രിമ ബുദ്ധിയുടെ അവതാരം അല്ലേ. അവതാരപ്പിറവിയുടെ പുതിയ പേര് വേറെ ഒന്നുമില്ല, കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. എങ്ങനെ ജോലി നഷ്ടപ്പെടാ? നിങ്ങൾ വെറുതെ AI ടൂൾ അല്ലെങ്കിൽ AI മാൻ അല്ലെങ്കിൽ AI ക്യാരക്ടർ എന്ന് കഴിച്ചാൽ നമുക്ക് ചുമ്മാ നെറ്റിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഉദാഹരണം നമ്മളൊരു കമാൻഡ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു AIയുടെ ഒരു മോഡൽ വന്ന് സംസാരിക്കും ഇങ്ങനെ. ഇപ്പോൾ തന്നെ എനിക്ക് പകരം വേണം എനിക്ക് AI മോഡലിനെ കൊണ്ടുകൂടെ വയ്ക്കാം എന്നാണ്. അപ്പോൾ AI മോഡൽ എന്ന് പറയും 5th ജനറേഷൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നിങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദം സെലക്ട് ചെയ്ത് ആ ശബ്ദത്തിൽ എന്ത് കിട്ടും അത് പഠിപ്പിച്ചോളും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ AI ടൂളുകളുണ്ട്. ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ AI ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ചിത്രം വരച്ചുന്ന AI ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം, അല്ലെങ്കിൽ ഒരു മഹാശിവന്റെ ഒരു പ്രതിമ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെ ഒരാളുടെ ചിത്രം വരച്ച ആ ചിത്രം നമുക്ക് ഇതുവരെ നെറ്റിൽ കാണാത്ത ചിത്രം നെറ്റിൽ നിന്ന് കോപ്പി എടുത്തല്ല, അവർ ജനറേറ്റ് ചെയ്ത് തരും. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ജോലി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഇലസ്ട്രേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താ, ഇലസ്ട്രേറ്ററിലെ പണിയൊക്കെ AI ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താ 5th ജനറേഷൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നോക്കാം. ഈ ജനറലി നോൺ ആസ് തിങ്കിങ് കമ്പ്യൂട്ടേഴ്സ്. എന്താണ്? 5ാമത്തെ ജനറേഷനിലെ കമ്പ്യൂട്ടറുകളെ തിങ്കിങ് കമ്പ്യൂട്ടറുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന എല്ലാ കമ്പ്യൂട്ടറും തിങ്കിങ് കമ്പ്യൂട്ടർ ആണോ? അല്ല. നമ്മളെ മൊബൈലിൽ ഇഷ്ടംപോലെ AI ടൂൾസ് എല്ലാം വരാറുണ്ട് അല്ലേ. AI എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ
5th ജനറേഷൻ പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം. പക്ഷേ എല്ലാ കമ്പ്യൂട്ടറും എന്ന് അല്ല, അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതാണ്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി. ഓക്കെ. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കെയിം ഇൻ ടു റിയാലിറ്റി അല്ലേ? പണ്ട് അലൻ ട്യൂറിംഗ് സ്വപ്നം കണ്ട ആ കാര്യം റിയാലിറ്റിയിലേക്ക് വന്നു കൊണ്ട് ഇരിക്കുകയാണ് എന്നേ ഇപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഒരു കൃത്യം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ആർക്കില്ല, കമ്പ്യൂട്ടറിലില്ല. ഓഫ് കോഴ്സ് ഇല്ല, അതിലേക്ക് എത്തിയിട്ടില്ല. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉപ്പാട് വന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പല സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കമ്പ്യൂട്ടറിൽ ഭരിക്കുന്ന ലോകത്തെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ മെഷീൻസ് അല്ലേ, മെഷീൻസിന് തിങ്ക് ചെയ്യാനും ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, എന്തിനാ സിനിമ കണ്ടല്ലേ, എന്തിനാ സിനിമ, അതിന് വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ, വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രശ്നമാകാൻ സാധ്യതയുണ്ടല്ലേ. അതാണ് നമ്മുടെ എന്തിരൻ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് വിഷൻ ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെയാണ് മനുഷ്യർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എപ്പോഴും അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ലോയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിൽക്കട്ടെ, എന്തായാലും കമ്മിങ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യും. ഓക്കെ. അപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി കെയിം ഇൻ ടു റിയാലിറ്റി. ഇതാണ് 5ാമത്തെ തലമുറയുടെ ഏറ്റവും സുപ്രധാന പ്രത്യേകത. അതുപോലെ ദ ടേം എ ഈസ് കോയിൻഡ് ബൈ ജോൺ മക്കാർത്തി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. എ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആരാണ്? ജോൺ മക്കാർത്തിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടേം കൊണ്ടുവന്ന ആരാണ്? ജോൺ മക്കാർത്തിയാണ്, മറന്നു പോകരുത്. അപ്പോൾ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത് നിലവിൽ ജോൺ മക്കാർ തന്നെയാണ്. NCERTയിൽ അലൻ ട്യൂറിംഗ് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്ന അയാളാണ്. നോക്കി കണ്ട് ഉത്തരം എഴുതാൻ നേരത്തെ പറഞ്ഞു തന്നെ. ഓക്കെ. അതുപോലെ AI ലാംഗ്വേജ് ലൈക്ക് പ്രൊലോഗ്, മെർക്കുറി ആർ ഡെവലപ്ഡ് ഇൻ ദിസ് ജനറേഷൻ. പ്രൊലോഗ്, മെർക്കുറി എന്നൊക്കെ പറയുന്ന ലാംഗ്വേജുകൾ ഈ ജനറേഷനിലാണ് വന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് 5ാമത്തെ തലമുറയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. PYQ വന്നേ. IC ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? IC ചിപ്പുകളാകുമ്പോൾ തേർഡ് ജനറേഷൻ ആണല്ലേ, മൂന്നാമത്തെ തലമുറയിലാണ് IC ചിപ്പുകൾ കൊണ്ടുവരുന്നത്. അതുപോലെ ടെക്നോളജി ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വാസ് ബേസ്ഡ് ഓൺ എന്തിലാണ്? ഉത്തരം പറ. സെക്കൻഡ് ജനറേഷൻ ഏതിലാണോ? ട്രാൻസിസ്റ്റർ അല്ലേ, വണ്ടർ ചൈൽഡ് 947 അല്ലേ? ഓക്കെ, മറന്നുപോലെ. അതുപോലെ നെയിം ദ ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ IBM ദാറ്റ് ഡിഫീറ്റഡ് വേൾഡ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ച ചെസ് പ്ലേയിങ് മെഷീൻ ഏതായിരുന്നു? ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന മെഷീൻ ആയിരുന്നു കേട്ടോ. അതുപോലെ ദ ഫസ്റ്റ് മൈക്രോ പ്രോസസർ ബിൽട്ട് ബൈ ദ ഇന്റൽ കോർപ്പറേഷൻസ് 4004 ആണല്ലേ, നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ്. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്? വിജയ് P. ഭാസ്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ വിച്ച് വാസ് ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് സീഡാക്ക് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം ആണ്. പരം 8000 ആണ്, പരം 8000 ആണ്. അതുപോലെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച വർഷം 947, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മറക്കല്ല. അതുപോലെ ഹൂ മാനുഫാക്ചർഡ് മക്കിൻടോഷ് കമ്പ്യൂട്ടർ? മക്കിൻടോഷ് അത് ആപ്പിളിന്റെ കണ്ടുപിടുത്തു കേട്ടോ. ആപ്പിളിന്റെ കണ്ടുപിടുത്ത മക്കിൻടോഷ്. അതുപോലെ ULSI എന്താണ്? അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലേ? എന്താണ് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നാണ് എന്തിൻ്റെ നമ്മുടെ ഇതിൻ്റെ ULSIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഡാഷ് വാസ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസർ ഏതാണ്? മൈക്രോ പ്രോസസർ ഏതാണ്? 4004 ആണല്ലേ, ഇന്റലിന്റെ 4004 മറന്നുപോലെ. അതുപോലെ സ്റ്റേറ്റ്മെന്റ് നോക്കാടാ. അപ്പോൾ ഇത്രയും പ്രീവിയസ് ആയല്ലേ. സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വാസ് കൺസിഡേർഡ് ടു ബി ജോൺ വോൺ ന്യൂമാൻ. ശരിയാണോ തെറ്റാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ പിതാവ് ന്യൂമാൻ ആണ്. ന്യൂമാൻ ആർക്കിടെക്ചർ അറിയപ്പെടുന്ന പോലെ വാക്വം ട്യൂബ്സ് വെയർ യൂസ്ഡ് ആസ് എ പ്രൈമറി മെമ്മറി ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നും. കാരണം വാക്വം ട്യൂബ് ഫസ്റ്റ് ജനറേഷൻ നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടിയാണ് സാധനം. എന്താണ് പ്രൈമറി മെമ്മറി? അതാണ് ആയിരുന്നില്ല മക്കളെ, മെമ്മറി അല്ല, അത് സ്വിച്ചിങ് ഡിവൈസ് ആയിരുന്നില്ല. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന 2. അതുപോലെ മാഗ്നറ്റിക് കോർ മെമ്മറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. മാഗ്നറ്റിക് കോർ മെമ്മറി ഫസ്റ്റ് ജനറേഷനിലല്ല, സെക്കൻഡ് ജനറേഷൻ അല്ലേ. ഫസ്റ്റ് ജനറേഷൻ എന്താണ്? മാഗ്നറ്റിക് ഡ്രം മെമ്മറി ആയിരുന്നല്ലേ. ഓക്കെ. അപ്പോൾ അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ശരിയാ ചോദിച്ചിരിക്കുന്നത്? 1 മാത്രമാണ് ശരി. അപ്പോൾ C ആണ് ഉത്തരം അല്ലേ.
ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്തണം കേട്ടോ, നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തണം, കമന്റ് ചെയ്യണേ. അതുപോലെ വാട്ട് ഡിസ്റ്റിങ്വിഷ് ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, എന്താണ് വാക്വം ട്യൂബുകളാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തത് അല്ലേ, മാറ്റി നിർത്തിയതാ. അതുപോലെ വിച്ച് കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ഏതാണ് ഫസ്റ്റ് ജനറേഷൻ എന്താ കൊണ്ടുവന്നിരുന്നത്, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നത് അല്ലേ, വെരി ഗുഡ് മറന്നില്ലല്ലോ. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് മെമ്മറി വാസ് യൂസ്ഡ് ആസ് സെക്കൻഡറി സ്റ്റോറേജ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടൊന്ന് ഉപയോഗിച്ചെന്തായിരുന്നു, മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു അല്ലേ, ഡ്രംസ് ആയിരുന്നു. അതുപോലെ വിച്ച് ലാംഗ്വേജ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ, ഏതാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്. അതുപോലെ വിച്ച് ഡിവൈസ് റീപ്ലേസ്ഡ് വാക്വം ട്യൂബ്സ് ഇൻ സെക്കൻഡ് ജനറേഷൻ, ഏതാണ് ട്രാൻസിസ്റ്ററുകളാണ് സെക്കൻഡ് ജനറേഷനിൽ കടന്നു വന്നത്. അതുപോലെ വിച്ച് വാസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്, ഏതാണ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചത്, ട്രഡിയാക്ക് അല്ലേ, ട്രഡിയാക്ക് പേര് തന്നെ ഉണ്ട്. അതുപോലെ വിച്ച് ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ സെക്കൻഡ് ജനറേഷൻ, ഫോർട്രാൻ എന്ന സെക്കൻഡ് ജനറേഷൻ വന്നാണ്. പൈത്തണും ജാവയൊക്കെ ഇപ്പോഴും വന്നിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെക്കൻഡ് ജനറേഷനിലാണ്. അപ്പോൾ ബേസിക് വന്നത് തേർഡ് ജനറേഷനാണ്. ബേസിക് എന്നാണ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലേ. അതുപോലെ ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഫോർമുല ട്രാൻസ്ലേറ്റർ അല്ലേ, ഫോർമുല ട്രാൻസ്ലേഷൻ. ഓക്കെ. അതുപോലെ വാട്ട് വാസ് എ മേജർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, എന്തായിരുന്നു, ലാർജ് സൈസ് അല്ലേ, വലിയ പ്രശ്നങ്ങളായിരുന്നു, അതൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ. അതുപോലെ വാട്ട് വാസ് ദ പ്രൈമറി സ്റ്റോറേജ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഏതായിരുന്നു, മാഗ്നറ്റിക് കോർ മെമ്മറി ആയിരുന്നു അല്ലേ, പ്രൈമറി അല്ലേ, കോർ മറന്നു പോകരുത്. ഓക്കെ. അതുപോലെ ഇത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പ്രൈമറിലി യൂസ്ഡ് വിച്ച് ടെക്നോളജി, ഏത് ടെക്നോളജിയാണ് മൂന്നാം തലമുറയിൽ ഉപയോഗിച്ചത്, ഏതാടാ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലേ, IC ചിപ്പുകളായിരുന്നു അല്ലേ, IC ചിപ്പുകൾ. അതുപോലെ വാട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഒക്കോർഡ് ഇൻ ദ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോ പ്രോസസറുകൾ, ഒറ്റയടിക്ക് ഉത്തരം പറയാം. അതുപോലെ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് AI ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തലമുറയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അഞ്ചാം തലമുറ. എത്ര, അഞ്ചാം തലമുറ. അതുപോലെ വാട്ട് വാസ് ദ പ്രൈമറി ഇൻപുട്ട് മെത്തേഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, എന്തായിരുന്നു, പഞ്ചുരു കാർഡും പേപ്പർ ടേപ്പുമായിരുന്നു അന്നത്തെ പ്രൈമറി അല്ലേ. ഔട്ട്പുട്ട് എന്തായിരുന്നു, അന്ന് പ്രിന്റ് ഔട്ട് ആയിരുന്നു അല്ലേ ഫസ്റ്റ് ജനറേഷൻ, മറക്കല്ലേ. അതുപോലെ ഇൻ വിച്ച് ജനറേഷൻ ഡിഡ് കമ്പ്യൂട്ടേഴ്സ് മൂവ് ഫ്രം ബൈനറി മെഷീൻ ലാംഗ്വേജ് ടു സിംബോളിക് ലാംഗ്വേജ്, ഏതാ രണ്ടാമത്തെ ജനറേഷനിലാണ് സിംബോളിക് ലാംഗ്വേജിലേക്ക് കടന്നു വരുന്നത് അല്ലേ. ഓക്കെ, മറക്കല്ലോ. അതുപോലെ വാട്ട് മേജർ കമ്പോണന്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയപ്പോഴത്തേക്ക് എന്നതാ വന്നത്, IC ചിപ്പുകൾ വന്നല്ലേ, IC ചിപ്പുകൾ വന്നു, മറന്നു പോകരുത്. ഓക്കെ. അതുപോലെ ഹൂ ഡെവലപ്പ് ദ ഇൻഡിക്കേറ്റർ സർക്യൂട്ട്, ആരാ IC ചിപ്പ്, ജാക്ക് ഗിൽബി ആണല്ലേ, ജാക്ക് ഗിൽബി. അതുപോലെ വിച്ച് കമ്പ്യൂട്ടർ വാസ് ദ ഫസ്റ്റ് ബി മാനുഫാക്ചർഡ് യൂസിങ് IC ചിപ്പ് വെച്ച് കണ്ടുപിടിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ IBM 360 അല്ലേ, മറക്കല്ലേ. അതുപോലെ വാട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് വേർ ഇൻട്രൊഡ്യൂസ് ഇൻ ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് വാസ് എന്താണ്, കീബോർഡ് ആയിരുന്നു, ഔട്ട്പുട്ട് മോണിറ്റർ ആയിരുന്നു അല്ലേ, മോണിറ്റർ ആയിരുന്നു, മറക്കല്ല. അതുപോലെ വിച്ച് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ലാംഗ്വേജ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ തേർഡ് ജനറേഷൻ, താഴെ തന്നിരിക്കുന്നവയിൽ തേർഡ് ജനറേഷൻ ഡെവലപ്പ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജ് ബിഗിനേഴ്സ് ആൽഫബറ്റ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് അല്ലേ, മറന്നു അല്ലേ. അതുപോലെ വാട്ട് ടെക്നോളജി വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, 971 മുതൽ ഏതായിരുന്നു ഫോർത്ത് ജനറേഷൻ, ഏതാണ് പറ, മൈക്രോ പ്രോസസറുകൾ, മറന്നു പോകരുത്. ഇനി നമുക്ക് പ്രസ്താവന നോക്കാം. എന്താണ്, ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, തെറ്റ്, IC ചിപ്പ് ഇല്ലെന്ന്. ട്രാൻസിസ്റ്റേഴ്സ് വെയർ ഇൻട്രൊഡ്യൂസ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ശരി അല്ലേ. ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് റിലൈഡ് ഓൺ മെഷീൻ ലാംഗ്വേജ് ആസ് ദ പ്രൈമറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ശരി. അപ്പൊ എന്താ ഇൻകറക്റ്റാ ചോദിച്ചിരിക്കുന്നത്, ഒന്ന് മാത്രം അല്ലേ, ഏതാണ്, ആണ് ഉത്തരം, തന്നെ നോക്കടാ, ആണല്ലേ, വെരി ഗുഡ്, കറക്റ്റ് അല്ലേ നിങ്ങൾക്ക്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, എന്താണ്, മാഗ്നറ്റിക് ഡ്രംസ് വെയർ യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, എന്താണ് ശരിയായ പ്രസ്താവന അല്ലേ, മറക്കില്ലല്ലോ. അതുപോലെ ദ കൺസെപ്റ്റ് ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാം ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ, തെറ്റ്, അത് രണ്ടാമത്തെ തലമുറയിലാണ് വന്നത്. അതുപോലെ ഇനിയാക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ജനറേഷൻ, തെറ്റ്. അപ്പോൾ 2ഉം 3ഉം തെറ്റ്, ഏതാ ശരി, ഒന്ന് മാത്രം, B ആണ് ഉത്തരം വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നോക്കാം, ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് ട്രൂ ഫ്രം ബിലോ, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന വന്നിരിക്കുന്നത് എന്താണ്, ദ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് മൈക്രോ പ്രോസസർ, തെറ്റിയല്ലേ, തെറ്റി. എന്താണ്, മൈക്രോ പ്രോസസർ വന്ന് എവിടെയാണ് ഫോർത്ത് ജനറേഷനിലാണ്, തേർഡിലെ IC ചിപ്പ് അല്ലേ. ഇനി നോക്കാം, അസംബ്ലി ലാംഗ്വേജ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. അതുപോലെ ദ ഫിഫ്ത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോക്കസ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ്, ഫൈൻ, ശരിയാണ്. എന്താണ്
എ ആണ് ഉത്തരം. ബോത്ത് 2 ആൻഡ് 3 ആണ് ശരിയായിട്ടുള്ളത്, 1 തെറ്റാണ് അല്ലേ? ഓക്കെ ആണ് പറഞ്ഞതാ? ഓക്കെ അല്ലേടാ? അപ്പൊ അടുത്ത് നോക്കാം. പഞ്ച് കാർഡ്സ് ആൻഡ് പേപ്പർ ടേപ്സ് വേർ ദ പ്രൈമറി ഇൻപുട്ട് മെത്തേഡ്സ് ഇൻ ദ തേർഡ് ജനറേഷൻ. തെറ്റ്, അത് ഫസ്റ്റ് ജനറേഷൻ അല്ലേ? അതുപോലെ ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് സെക്കൻഡിലാ വരുന്നത്. തേർഡില് IC ചിപ്പായി. അതുപോലെ IBM 360 വാസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ മാനുഫാക്ചർ യൂസിങ് IC ചിപ്സ് ഇൻ ദ തേർഡ് ജനറേഷൻ. അത് ശരിയായ പ്രസ്താവനയാണല്ലേ? അപ്പൊ എന്താ പറയുക, തെറ്റ് കണ്ടുപിടിക്കുക. 1ഉം 2ഉം തെറ്റല്ലേ? അപ്പൊ 1ഉം 2ഉം തെറ്റ്, ഉത്തരം A ആണ് ഉത്തരമായിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും പോലെ. ഇനി ബാക്കി പ്രസ്താവന ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷയിൽ കിട്ടും. പരീക്ഷ സൂപ്പറായിട്ട് എഴുതുക, അടിപൊളിയായിട്ട് എഴുതുക, വീക്കിൽ ടെസ്റ്റ് എഴുതുക, പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഇനി വരുന്ന റിവിഷൻ പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതുക. ആ റിവിഷൻ ഉൾപ്പെടെയാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ട് എഴുതുക. നമ്മുടെ ജോലി എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും റിവിഷനിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്ത് മടി കാണിക്കരുത്. റിവിഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കോർഡിനേറ്ററെ വിളിച്ച് ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിളിച്ച് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. അത് നിങ്ങളുടെ അവകാശമാണ്. സഹകാരി വന്ന് പഠിക്കുന്ന പിള്ളേരുടെ അവകാശമാണ് മെച്ചപ്പെട്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കോച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ജോലിയിലേക്ക് എത്തുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ട്. എല്ലാവരും ആത്മാർത്ഥത വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അഡ്വൈസ് മേടിച്ച് നേരിട്ട് കാണാം. താങ്ക് യു.